അതിജീവിത പറയുന്നു. 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെട്ട സംഭവം മലയാളികൾക്കെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അന്ന് താൻ നിശബ്ദതയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എനിക്ക് നീതി കിട്ടേണ്ടടുത്ത് നീതി കിട്ടിയില്ല എന്നാണ് അതിജീവിത പറയുന്നത്. നീതി വന്ന് ഒരുപാട് ദിവസത്തിന് ശേഷമാണ് അതിജീവിത ഇപ്പോൾ ശബ്ദമുയർത്തിയിരിക്കുന്നത്. ജീവിത പറയുന്നത് ഇങ്ങനെ: നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരല്ലെന്നും വിമർശനങ്ങൾ എണ്ണി എണ്ണി പറയുന്നു. അപ്പീലിന് പോകുമെന്ന സൂചനയുമുണ്ട്. ഈ കേസിൽ അടിസ്ഥാനാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് 3 പ്രാവശ്യം ഉപയോഗിച്ചുവെന്നും നടി പറയുന്നു. ഈ കേസിൽ ആദ്യം ഹാജരായ 2 പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതി അന്തരീക്ഷം ശത്രുതാപരമായി പെരുമാറിയതുകൊണ്ട് രാജിവെച്ചുവെന്നും നടി പറയുന്നുണ്ട്. മെമ്മറി കാർഡ് അനധികൃതമായി ഉപയോഗിച്ചുവെന്നും നടി പറയുന്നുണ്ട്. പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഹർജിയിൽ കക്ഷി ചേർന്നു. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നും നടി വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസിൻ്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷ തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നും നടി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല എന്ന് തന്നെയാണ് നടി പറയുന്നത്. തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നും അപ്പീലിന് പോകുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. എനിക്ക് സംഭവിച്ചതുപോലെ വേറൊരു സ്ത്രീക്കും ഇനി സംഭവിക്കരുതെന്ന തീരുമാനത്തിൽ തന്നെയാണ് നടി ഇപ്പോഴും. കടുത്ത വിമർശനം തന്നെയാണ് നടി കോടതിയെ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നടി പറയുന്നത്. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഇനിയുമുണ്ട് എന്ന് പറയുന്നതിൽ തന്നെ വ്യക്തമാണ് അപ്പീലിന് പോകുമെന്നുള്ളത്. 2020 തന്നെ നടിക്ക് വ്യക്തമായി എന്ന് പറയുന്നു തനിക്ക് നീതി കിട്ടില്ല എന്നുള്ളത്. അതും നടി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും അപ്പീലിന് പോകും. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അത് ആരാണ് ഇതിനുള്ളിൽ മറഞ്ഞിരിക്കുന്നത് എന്നെല്ലാം തനിക്ക് അറിയണമെന്ന് തന്നെയാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ നടിക്ക് ഈ കോടതിയിൽ വിശ്വാസമില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് കിട്ടിയെന്നും എന്നാണ് നടി വ്യക്തമാക്കുന്നത്. അതുപോലെ ഒപ്പം നിൽക്കുന്ന എല്ലാവരോടും നന്ദിയും അതിജീവിത അറിയിക്കുന്നു. യാത്രയിൽ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദിയെന്നും അതിശയിപ്പിച്ചവർ ഇനിയും തുടരൂ നിങ്ങൾ അതിനല്ലേ പണം വാങ്ങിയത് എന്നും രൂക്ഷമായ വിമർശനം മോശം കമൻ്റ് ഇടുന്നവർക്കുമുണ്ട്.